the third speaker, Dr. Mohammad Rifas, completed his course on 2011 from Vishnu Ayurveda College. Apart from Ayurveda doctor, Dr. Rifas is well known as a graphic designer and a website developer. He cleared his MOH for UAE. He is now working as director, Ayurveda Yoga Department, Holistic Healing Medical Center, Dubai, UAE. I hope he can clear all the doubts regarding MOH. On behalf of VAC Alumni Association and Nirdeshika, I proudly welcome Dr. Mohammad Rifas for his session. Over to Rifas. Thank you. താങ്ക് യു ഡോക്ടർ വിജിത്ത്, താങ്ക് യു. വിജിത്തേട്ടനോട് പ്രൊഫൈൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട, ശശി അത് മതി, പേര് മാത്രം മതി എന്ന് പറയുന്നത്. എനിവേ താങ്ക് യു വിജിത്തേട്ട. പിന്നെ എൻ്റെ ഒരു ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മെയിനായിട്ട് ഗൾഫിലോട്ട് വരാൻ കാരണം എൻ്റെ ഫാദർ ഇവിടെ ഉണ്ട്. അതൊരു ഫസ്റ്റ് മെയിൻ റീസൺ. പിന്നെ സെക്കൻഡ്ലി വൈഫിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഗൾഫിൽ പോകണമെന്ന്, അവളിതൊരു പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ദുബായിലോട്ട് തന്നെ എന്തായാലും പോകണമെന്ന് വിചാരിച്ചത്. പിന്നെ ദുബായ് എന്നുള്ളത് വേൾഡിലേക്കൊരു ഓപ്പണിംഗ് ആണ്. യൂറോപ്പിൽ പോകാനാണെങ്കിലും എവിടെ മാറിപ്പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും അതൊരു നല്ല ഓപ്പണിംഗ് ആണെന്ന് വെച്ചു. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു പാത്ത് സെലക്ട് ചെയ്തത്. പക്ഷേ ഇതൊക്കെ പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നമ്മളെ ദിവ്യ മേനോൻ ഉണ്ടായിരുന്നു. ദിവ്യ മേനോൻ, അതുപോലെ നമ്മളെ മരിച്ചുപോയ റിയാസ്ക, അവരായിരുന്നു ദുബായിൽ ആദ്യം എത്തിയ ആൾക്കാർ. അവരാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്ത രണ്ട് വ്യക്തിത്വങ്ങൾ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എക്സ്പീരിയൻസ് വേണം, ഇല്ലാതെ നടക്കില്ല. അപ്പോൾ ഞാൻ റിയാസ്കയുടെ പാത്തൊന്ന് ഫോളോ ചെയ്ത് നോക്കി. റിയാസ്ക പോയ പാത്ത് നേരെ ഞാനും പോയി. അതായത് പുള്ളി സ്റ്റാർട്ട് ചെയ്തത് ബിർള കേരള വൈദ്യശാല, ബോംബെയിൽ അറിയപ്പെടുന്ന ഏറ്റവും നന്നായി ആയുർവേദം ചെയ്യുന്ന ഒരേ ഒരു ടീം അവരാണ്, ബിർള കേരള വൈദ്യശാല. മോസ്റ്റ്ലി എല്ലാ തെറാപ്പിസ്റ്റുകളും മലയാളികളാണ്. എല്ലാ തെറാപ്പിയും അവിടെ അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്യും. വമനായാലും എല്ലാം അവിടെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്ററിൽ ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഇൻ്റർവ്യൂ കൊടുത്തു. അവിടുന്ന് അവരെന്നെ വിളിച്ചു. ഈ പറഞ്ഞ പോലെ അവർ ഫസ്റ്റ് ഇട്ട സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെൻറ്ററാണ്, ഈഡൻ ആൻഡ് ലേക്ക്. സോ അവിടെ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി എങ്ങനെയാണ് ബിസിനസ് വർക്ക് ചെയ്യുന്നതെന്ന്. അതായത് ഏതൊരാളും നിങ്ങളെ ഹയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാണണം. എന്നാലേ അവർ നിങ്ങളെ ഒരു ബിസിനസ് പ്രൊഫഷണലായിട്ട് എടുക്കുകയുള്ളൂ, അവർക്കും തോന്നുള്ളൂ നിങ്ങളെടുത്താൽ കൊള്ളാമെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ MOH എഴുതി കഴിഞ്ഞ് പാസ്സായിരിക്കുന്ന കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട്. അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് പോയി അവർ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അതായത് ഫ്രീ ആയിട്ട്, സാലറി വേണ്ട. അവർ ഉദ്ദേശിക്കുന്നത്, അതായത് ഹസ്ബൻഡ് ജോലി ചെയ്യുന്നവരുണ്ട്, നല്ല സാലറി പഠിക്കുന്നവരുണ്ട്, എൻജിനീയർമാരായിട്ടുള്ളവരുണ്ട്. അപ്പോൾ വീട്ടിലിരിക്കുന്നതിന് പകരം ഫ്രീ ആയിട്ട് പോയി ജോലി ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മിക്ക ആൾക്കാരും ഹയർ ചെയ്യുന്ന പോലുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെ തന്നെ ഒരു വാല്യൂ കാണുന്നില്ല, അവരിൽ തന്നെ വാല്യൂ കാണുന്നില്ല. അവർ വിചാരിക്കുന്നത് ഞാൻ ജോലിക്ക് പോയി പിന്നെ അറിയപ്പെടുന്ന ഡോക്ടറായി പിന്നെ ആൾക്കാർ പിന്നാലെ വരുന്നതാണ്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതായത് സ്വന്തമായ ഒരു എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോകാൻ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബിർള കേരള വൈദ്യശാലയിൽ ജോയിൻ ചെയ്തു. അവരെ രീതികളും കാര്യങ്ങളും മനസ്സിലായി. ഈ പറഞ്ഞ ഡോക്ടർ ആദർശ്, ഷിജോ മാത്യു പറഞ്ഞ സെയിം ഡോക്ടർ ആദർശ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഡോക്ടർ ഷിജോനെ കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളി ഈ വഴിയൊക്കെ പാത്തൊക്കെ പോയി. ന്യൂ ആയുർവേദയിലായിരുന്നു പുള്ളി ആ സെയിം പാത്ത്, അതായത് ബോംബെയിൽ ഈ ബിർള കേരള വൈദ്യശാല തുടങ്ങിയതിന് ശേഷം ഒരു 10 വർഷങ്ങൾക്ക് ശേഷമാണ് ന്യൂ ആയുർവേദ തുടങ്ങിയത്. ഒരു സെയിം കാറ്റഗറിയാണ് അവർ. അപ്പോൾ പുള്ളി അതും കഴിഞ്ഞ് ഹിമാലയ വരെ എത്തിയിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത കോൾ എനിക്ക് വെച്ചത് അനന്തയിലേക്ക് എത്താനാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ശ്രമിച്ചു നോക്കി. ഡോക്ടർ ഷിജോ അവിടെ നിന്ന് ഇറങ്ങി യൂറോപ്പിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് വേറൊരു ലക്ഷറി റിസോർട്ടിൽ ഇതേപോലെ വർക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡോക്ടർ ഷിജോ UK പോയത് മിസ് മെലീസ എന്ന് പറഞ്ഞ ഒരു ലേഡീനെ കൊണ്ടാണ്. ആ പുള്ളിക്കാരി കാലിക്കറ്റിൽ നമ്മുടെ ഒരു മെയിൻ ഹോട്ടൽ ഉണ്ടല്ലോ, റാവ്, അവിടെ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ബോംബെയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എക്സ്പീരിയൻസ് ഇല്ല. നമ്മളെ കേരളത്തിലിട്ട് കളിച്ച ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ, കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ടൈം. അപ്പോൾ അവിടെ പോയി എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവർക്ക് മനസ്സിലായി കാണും എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ലെന്ന്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ കിട്ടിയില്ല. അതിനുശേഷമാണ് ഇവർ ഡോക്ടർ ഷിജോനെ തപ്പിയെടുത്ത് ഡോക്ടർ ഷിജോനെ യൂറോപ്പിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിൽ നിന്നിട്ട് എക്സ്പീരിയൻസ് കിട്ടിയാൽ പോരാ. അതായത് വേറൊരാളെ നമ്മൾ പോകുമ്പോൾ, വേറൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കേരളത്തിന് പുറത്തിറങ്ങി നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് പോയി എങ്ങനെ ഒരു ബിസിനസ് റൺ ചെയ്യണം, ബിസിനസ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ബാക്കിയുള്ളവർക്ക് നമ്മുടെ ഓണർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നൊരു ഇത് നമ്മൾ ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ആരടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോഴും എങ്ങനെ അവർക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ സംസാരിക്കണം. അപ്പോൾ ഞാൻ ഫൈനലി ദുബായിൽ എത്തിയപ്പോഴും എനിക്ക് വേണ്ടി എൻ്റെ MOH പാസ്സായതിനു ശേഷം ഞാൻ MOH അപ്പിയർ ചെയ്തത് ഒരു ഡിസംബറിലായിരുന്നു. അപ്പോൾ ഡിസംബറിൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിലോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വാക്കൻസി ഉണ്ട്, പക്ഷേ പറ്റിയൊരു കാൻഡിഡേറ്റിനെ കിട്ടുന്നില്ല. ആ സമയത്ത് തന്നെ MOH കഴിഞ്ഞ് എൻ്റെ ചുറ്റുവട്ടത്ത് ഇഷ്ടംപോലെ പേര് MOH കഴിഞ്ഞ് ജോലി ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ ആരെയും ഇൻഫോം ചെയ്തില്ല, ഒരു വാക്കൻസി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് MOH റിട്ടേൺ ടെസ്റ്റ് പാസ്സായി, ഇൻ്റർവ്യൂ ഡയറക്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് പൊട്ടി. സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ പാസ്സായി തിരിച്ച്, അതായത് നാട്ടിൽ പോയി തിരിച്ച് ദുബായിൽ വന്നു. അതായത് ഒരു 5-6 മന്ത് ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് വരെ ഈ വാക്കൻസി ഫില്ലാവാതെ കിടന്നു. ഡോക്ടേഴ്സ് ഇല്ലാത്തല്ല, അവർക്ക് പറ്റിയ ഒരു ഡോക്ടറെ കിട്ടാഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ MOH പാസ്സായിരുന്നിട്ട് കാര്യമില്ല, നമുക്കൊരു വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവണം. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മുമ്പോട്ട് പോകാം. ഇതിൽ ദുബായ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. ദുബായിൽ എല്ലാത്തരം കമ്മ്യൂണിറ്റി ഉണ്ട്. അറബ്സ് ഉണ്ട്, മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ കമ്മ്യൂണിറ്റിയാണ്. അവർക്കും ഇതിൽ ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. വെറും മലയാളം അറിയാമെങ്കിലും നിങ്ങൾക്ക് വന്ന് സിമ്പിളായി പ്രാക്ടീസ് ചെയ്യാം. അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ് ദുബായ്. ഒന്നും അറിയണമെന്നില്ല, അതായത് ബേസിക് ഇംഗ്ലീഷ് അത്രമാത്രം മതി. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന റഷ്യൻ കമ്മ്യൂണിറ്റി, ദിവ്യ മേനോൻ വർക്ക് ചെയ്യുന്നത് ഒരു ദിവ്യ മേനോനെ പോലെ അമൃത, അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻസ് ഉള്ള ഏരിയ തന്നെയാണ്. പക്ഷേ അവിടെ എല്ലാവരും ഉണ്ട്, എല്ലാ ടീംസും ഉണ്ട്. പിന്നെ നമ്മൾ അറിയപ്പെടുന്ന ഒരു ഡോക്ടറുണ്ട് ഇവിടെ, നമ്മളെ സൂപ്പർ സീനിയർ, നമ്മുടെ ഡിംജോട്ടൻ ആൻഡ് വൈഫ്. അവർ ഞാൻ എൻ്റെ ഫാദർ വർക്ക് ചെയ്യുന്നത് ഒരു റിമോട്ട് ഏരിയയിലാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലിറ്റിൽ ലാസ്റ്റ് ഇമറേറ്റ്സ് ആണ് ഫുജേറ, അതിൽ ഏറ്റവും ചെറിയൊരു ഏരിയയിലാണ് എൻ്റെ ഫാദർ വർക്ക് ചെയ്യുന്നത്. അവിടെ മലയാളികൾ അത്യാവശ്യം ഉണ്ട്. അപ്പം ഞാൻ അവിടെ പോയൊരു സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, ഡോക്ടർ ഡിംജുവിനെ അറിയുമെന്ന്. അതായത് അത്യാവശ്യം പുള്ളിനെ അറിയുന്ന ഒരു മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ് ഡോക്ടർ ഡിംജു. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഏത് തരം ആളാണെങ്കിലും അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ദുബായിലുണ്ട്, പ്രൊവൈഡഡ് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം, എങ്ങനെ വർക്ക് ചെയ്യാൻ തയ്യാറാവണം, അത്രേ ഉള്ളൂ. പിന്നെ ദുബായിൽ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നത് ഒരു വിസയിലായിരിക്കും. ഒന്നുമല്ല, ഒരു എംപ്ലോയർ നിങ്ങൾക്കൊരു വിസ തന്ന് നിങ്ങളവിടെ പോയി എന്താ പറയുക 2 വർഷത്തെ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ സാലറിയിൽ അവിടെ വന്ന് പെട്ട് കഴിഞ്ഞാൽ ആ 2 വർഷം നിങ്ങൾ ആ സാലറിയിൽ അവിടെ കുടുങ്ങിക്കിടും. അതിലെന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം തന്നെ സംസാരിച്ച് ചെയ്യണം. പക്ഷെ അതിനേക്കാളും നല്ലൊരു കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് എക്സാമൊക്കെ എഴുതിയതിന് ശേഷം പാസ്സായിട്ട് നിങ്ങൾ ജോലിക്ക് കയറാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ MOH എന്നുള്ള ഒരു ടൈറ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു സാലറി എടുക്കാൻ പറ്റും. സാലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ മോശമായ രീതിയിൽ സാലറി മേടിക്കുന്നവരുണ്ട്, 25,000 ദിർഹംസ് വരെ സാലറി മേടിക്കുന്നവരുണ്ട്. അതായത് വെറും 2,000 ദിർഹം 2,500 ദിർഹംസ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അതായത് ഇപ്പോൾ നാട്ടിലത്തെ ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ 50,000 ദിർഹംസിന് മാത്രം 50,000 രൂപക്ക് മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ വീട്ടിലിരിക്കുന്നതിന് പകരം ജസ്റ്റ് വന്ന് പോവുക എന്നുള്ളതാണ്. ഈ മിനിമം സാലറി കൊടുക്കുന്നത് മിക്കവാറും സ്വന്തമായി ആയുർവേദ സ്ഥാപനമുള്ള ഡോക്ടർമാരായിരിക്കും. ഡോക്ടർമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ദുബായിൽ സക്സസ്ഫുള്ളായിട്ട് ആയുർവേദ സ്ഥാപനം കൊണ്ടു നടക്കുന്ന ഡോക്ടർമാർ വളരെ എണ്ണം കുറവാണ്, സ്വന്തം സ്ഥാപനമുള്ളവർ. ഡോക്ടർ ശ്യാം ഉണ്ട്, പിന്നെ അതുപോലെ ഡോക്ടർ പ്രസാദൻ, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ ആയുർവേദം പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പാരമ്പര്യ വൈദ്യന്മാർ, അല്ലെങ്കിൽ ആയുർവേദമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ആൾക്കാരാണ് ആയുർവേദം കൊണ്ട് കാശുണ്ടാക്കുന്നത് ഇവിടെ ദുബായിൽ. ഈവൻ ചില ഹോസ്പിറ്റലുകളിൽ
MOH ഉള്ള ഡോക്ടർ വെറും ഒരു പപ്പറ്റാണ്, അവിടെ ജസ്റ്റ് വെറുതെ ഇരിക്കുകയുള്ളൂ. മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പാരമ്പര്യ വൈദ്യന്മാരായിരിക്കും. അങ്ങനെ വളരെ അടിപൊളിയായിട്ട് റൺ ചെയ്യുന്ന ഒരു 4 സെൻറ്ററുകളുണ്ട് ദുബായിൽ. അപ്പോൾ ബിസിനസ് ആയതുകൊണ്ട് എവിടെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കാശുണ്ടാക്കാൻ റെഡിയാണെങ്കിൽ ദുബായിൽ വന്ന് കാശുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസിന് ഫസ്റ്റായിട്ട് ഏതെങ്കിലും ഒരു ക്ലിനിക്ക് സ്വന്തമായി റൺ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കിട്ടുക. അതായത് ഒന്നുപോലെ ബിർള കേരള വൈദ്യശാല ഞാൻ പോയ പോലെ പോവുക. എനിക്ക് കിട്ടിയ ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജെസി ചേച്ചിയുടെ റിസോർട്ടിൽ ഞാൻ കുറച്ച് കാലം പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടി. പിന്നെ ഇതിനൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അൻഷ അവരെ ഹോസ്പിറ്റൽ എറണാകുളത്ത് തുടങ്ങിയപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഫ്രം സീറോ ടു പ്രോഗ്രസ്. അപ്പോൾ അത് എങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങൾ അതിന് വേണ്ടി ചെയ്യാൻ പറ്റും, പ്രൊഫൈൽ എങ്ങനെ ഉണ്ടാക്കണം, അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്നും എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും എന്തെങ്കിലും അവിടെ നിന്ന് എടുക്കാനുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകും. അപ്പോൾ എക്സ്പീരിയൻസ് ഇങ്ങനെ എടുത്ത് അക്യുമുലേറ്റ് ചെയ്ത് വെക്കുക. ഇത് കരിയറിൽ എവിടെയെങ്കിലും ആവശ്യം വരും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ടൈം ഞാൻ നിന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കുറേ അധികം റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, ആയുർവേദമായിട്ട് കുറച്ച് ബന്ധമുള്ള രീതിയിൽ. പക്ഷേ ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്ലിനിക്കിൽ റിസർച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ തന്നെ ഇവിടുന്ന് മാറിപ്പോവാനുള്ള ഒരു ചിന്ത പോലും വരുന്നില്ല. കാരണം എല്ലാ സമയത്തും എൻഗേജ്ഡ് ആണ്. എന്തെങ്കിലും പുതിയ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് ഡോക്ടറായിട്ട് മുക്കിലിരിക്കേണ്ട ആവശ്യമില്ല. പുതിയ ഐഡിയാസ് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കിവിടെ നിന്ന് പോകാനുള്ള താല്പര്യമുണ്ട്. പിന്നെ ഈ ദുബായിൽ വരാനുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ MBA എടുത്തു. അപ്പോൾ MBA ഞാൻ ഉദ്ദേശിച്ചത് ദുബായിൽ വന്ന് എക്സാം എഴുതി കിട്ടിക്കൊള്ളുന്നില്ല. എക്സാം എഴുതിയിൽ 1 to 2% അങ്ങനെ ആൾക്കാർ പാസ്സാവുന്നുള്ളൂ. പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് MBA എടുത്തിട്ട് വേറെ ഏതെങ്കിലും രീതിയിലും പോവാം, ദുബായിൽ എന്തായാലും എത്തിപ്പെടാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു MBA ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുവിധം ക്ലിനിക്കുകളിലൊക്കെ പോയിട്ടുള്ള എക്സ്പീരിയൻസുകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്ലിനിക്ക് എങ്ങനെ റൺ ചെയ്യാം, എന്തൊക്കെ റിസോഴ്സസ് വേണം, എങ്ങനെ മാനേജ് ചെയ്യാം, സ്റ്റാഫുകൾ എങ്ങനെ മാനേജ് ചെയ്യാം, ഈ സ്റ്റാഫുകളെ കളിപ്പിച്ച് കയ്യിലെടുത്താനുള്ള ടാക്ടിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സെൻറ്ററിൽ ആയുർവേദ യോഗ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നതാണെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അക്കൗണ്ട്സ് ആണെങ്കിലും, അപ്പോൾ A to Z കാര്യങ്ങൾ എൻ്റെ കയ്യിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു കഴിവുണ്ടായി വന്നത് ഈ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതായത് റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ബിർള കേരള വൈദ്യശാലയിൽ പോയപ്പോൾ അവിടുത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഏത് ബിസിനസ് ആണെങ്കിലും ഏത് സെൻറ്ററിൽ നിങ്ങൾ പോവുകയാണെങ്കിലും അതിലത്തെ ഓണർ നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും ടാർഗറ്റ് വെച്ചിട്ടാണ് ഓരോന്നും ചെയ്യുക. നിങ്ങൾ ആയുർവേദ ഹോളി ജോബ് പിന്നെ എന്താ പറയുക ആൾക്കാരെ ചികിത്സിക്കാൻ വേണ്ടി മാത്രമല്ല, ഇതൊരു ബിസിനസ്സാണ്. ബിസിനസ്സാണെങ്കിൽ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്കും നിങ്ങളുടെ എംപ്ലോയർക്കും ഒരു സക്സസ് കിട്ടുള്ളൂ. അവർക്കും എംപ്ലോയ്മെൻറ്റ് ആ ബിസിനസ് റൺ ചെയ്യാൻ തോന്നണം. അതിനനുസരിച്ച് ഒരു പ്രോഫിറ്റ് അതിൽ നിന്ന് വരണം. അപ്പോൾ ആദ്യം ആ ഒരു അപ്രോച്ച് മാറിയിട്ട് ഇതൊരു ബിസിനസ്സാണെന്നുള്ള അക്സെപ്റ്റ് ചെയ്തിട്ട് ആ രീതിയിൽ അവർക്ക് എങ്ങനെ ഫിനാൻഷ്യലി ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കണം. എന്താ പറയുക, ചിലപ്പോൾ നിങ്ങൾ ആ രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അതിലൊരു ലൂപ്പ് ഹോൾ കിട്ടും. ആ ലൂപ്പ് ഹോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് സംഭവം പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ അതിലൊരു പോയിന്റ് കാണണം, എന്താണ് നിങ്ങളതിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയൊരു പോയിന്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ഷിജോ പറഞ്ഞ പോലെ നിങ്ങളെ തന്നെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയയിലോട്ട് എത്തിക്കണം. അതിൽ വന്നു കഴിഞ്ഞാൽ സംഭവം സിമ്പിളായിപ്പോൾ. അപ്പോൾ കേരളത്തിന് പുറത്ത് എന്തായാലും പോകാൻ നോക്കണം. എന്നിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എല്ലാതുകൊണ്ടും നമുക്കൊരു വിസിബിലിറ്റി കിട്ടും, നമുക്ക് വ്യൂ കിട്ടും, നമ്മൾ ഓരോ കാര്യങ്ങളും ഇൻ ഡെപ്ത് വ്യൂ കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും പുഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ ഡോക്ടറാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഞാൻ തെറാപ്പി ഒന്നും ചെയ്യില്ല, കസാരയിൽ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ വളരെ പിന്നോട്ട് പോകും. അതായത് മുമ്പോട്ട് പോകാൻ എളുപ്പമല്ല. നമ്മൾ ചില പേഷ്യൻസിനൊക്കെ
നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ മാത്രമേ അവർക്കൊരു സന്തോഷം തോന്നുള്ളൂ. അപ്പോൾ ഈവൻ തെറാപ്പി ഏത് സമയം ചെയ്യാൻ തയ്യാറായിരിക്കണം. തെറാപ്പിസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, തെറാപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എഫേർട്ട് എടുക്കേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. അതിന് പകരം നമ്മൾ തന്നെ ഇറങ്ങി തെറാപ്പി ചെയ്യാൻ തയ്യാറാണെങ്കിൽ, എപ്പോഴും ചെയ്യണമെന്നല്ല പറയുന്നത്, ഇപ്പോൾ ഒരു 10 സെഷൻ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു സെഷൻ നമ്മൾ പരമാവധി പറ്റുന്ന രീതിയിൽ കൂടെ നിന്ന് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഫുൾ ടൈം ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ കുറച്ചുകൂടെ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടും, ചെയ്യാൻ പറ്റും, അവർക്കും എന്താ പറയുക, നമ്മൾ കെയർ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നും. ഇതിന് മെയിനായിട്ട് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു, നമ്മൾ ആയുർവേദത്തിന് മെയിനായിട്ട് ഇപ്പോൾ മലയാളികൾ പോലും ആയുർവേദം പ്രിഫർ ചെയ്യാണ്ട് കൈറോപ്രാക്ടറിനെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ കൈറോപ്രാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ നാട്ടിൽ ഈ വലിച്ചിടുന്നത്, ഓടിച്ചിടുന്നത്, അങ്ങനത്തെ തെറാപ്പിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താ വെച്ചാൽ ആ ചെയ്യുന്ന പ്രാക്ടീഷണർ തന്നെയാണ്, ആ ഡോക്ടർ തന്നെയാണ് അതിൽ തെറാപ്പിയും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും കോൺഫിഡൻസ് ആണ്, അത്രയും എന്താ പറയുക, പേഷ്യൻ്റായിട്ട് മിങ്കിൾ ചെയ്യുകയാണ് അവർ തന്നെ. ഡോക്ടറിന് ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻറ്റിനും കോൺഫിഡൻസ് ആണ്. നമ്മളിവിടെ ഒരു കാര്യം തെറാപ്പിസ്റ്റിനോട് പറഞ്ഞിട്ട് ആ തെറാപ്പിസ്റ്റാണ് പിന്നെ അത് ഫോളോ അപ്പ് ചെയ്ത് ബാക്കി മുമ്പോട്ട് പോകുന്നത്. അതിന് പകരം നമ്മൾ തന്നെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ പേഷ്യൻസ് സിമ്പിളായിട്ട് വന്നുകൊണ്ടിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിനുള്ള മനസ്സിൽ അതിനും കൂടെ തയ്യാറായിട്ട് വേണം മുമ്പോട്ട് പോകാൻ. അത് ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ കമ്മ്യൂണിറ്റി അനുസരിച്ചിരിക്കും. ദുബായിൽ എല്ലാ തരം കമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന റഷ്യൻസ് അല്ലെങ്കിൽ യൂറോപ്യൻസ് അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻസൊക്കെ വരുമ്പോൾ അവർക്ക് നമ്മളൊന്നും കൂടെ എന്താ പറയുക, ഫ്രണ്ട് എന്ന രീതിയിൽ പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ഫ്രണ്ട്സും എല്ലാവരും സിമ്പിളായിട്ട് എത്തും. അപ്പോൾ അതൊരു ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. പിന്നെ ഇനി പറയാനുള്ള കാര്യം, ഡോക്ടർ ഷിജോ അല്ല ഡോക്ടർ വിജിത്തേട്ടാ, ഞാൻ ഷെയർ ചെയ്യുന്ന സ്ലൈഡ് കാണുന്നുണ്ടോ? കാണാം. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് അത് തീരുമാനിക്കണം. ഇപ്പോൾ പല ആൾക്കാരും ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് ഒരു ഡോക്ടറായാൽ കൊള്ളാമെന്നുണ്ട്, കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഫീൽഡിൽ തന്നെ പിടിച്ചു നിന്നു. കാരണം ഞാൻ ഫസ്റ്റ് വന്നത് ഒരു എക്സാം എഴുതിയതിന് ശേഷം എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. നമ്മുടെ അഹ്ലിയിലൊരു ജോലി കിട്ടി, അതായത് ഇൻഷുറൻസ് കോർഡിനേറ്ററും കം മാർക്കറ്റിംഗ്, അതായത് ഹോസ്പിറ്റലായിരുന്നു, അഹ്ലിയ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അപ്പം ഞാൻ അതിന് പോയില്ല, കാരണം എനിക്ക് MOH കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ആ ജോലി പോവാൻ തയ്യാറാവാതെ ഞാൻ നേരെ പോയിട്ട് വീണ്ടും MOH എഴുതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ നിങ്ങളൊരു ജോലിക്ക് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഫസ്റ്റ് ജോബ് മിക്കവാറും അവർ നിങ്ങളൊരു ട്രാപ്പ് ചെയ്യും. സോ ഫോർ 2 years നിങ്ങൾക്കത് ജോലിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ജോലി ചൂസ് ചെയ്തില്ല. ഇപ്പോൾ ഈ കാണുന്ന ബുർജ് അറബ്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ബുർജ് അറബിൻ്റെ ഏകദേശം ഈ ഡിസ്റ്റൻസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നല്ല ലക്ഷറി ഏരിയയാണ്. അതുപോലെ തന്നെ പേഷ്യൻസും അത്ര ലക്ഷറി രീതിയിലുള്ള പേഷ്യൻസാണ്. കൺസൾട്ടേഷൻ ചാർജ് 800 dirhams. 800 dirhams എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 16,000 രൂപ വരെ വരും 1 hour കൺസൾട്ടേഷൻ. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തീരുമാനിക്കുക ഡോക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യണോ അതോ വേണ്ടതെന്ന്. ഡോക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ MOH എഴുതിയേ പറ്റും. MOH എഴുതി പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഡോക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഡോക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ദർ ഈസ് ലോട്ട് ഓഫ് ഓപ്ഷൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ GCC കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് എന്ന് പറയുന്നത് UAE-യിലാണ്. സ്ക്രീനിൽ കാണുന്ന UAE-യിലാണ് ദുബായ്. അപ്പോൾ ഈ UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, സൗദി അറേബ്യ, ഒമാൻ, ഈ രാജ്യങ്ങളിലാണ് മെയിനായിട്ട് MOH എക്സാം ഉള്ളതും അതിന് കംപ്ലീറ്റ് ആയിട്ട് വെരിഫിക്കേഷൻ. അതായത് നിങ്ങൾക്കവിടെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ എക്സാം എഴുതി അവർ വെരിഫൈ ചെയ്ത് നിങ്ങളൊരു എഫിഷ്യൻറ്റ് പ്രാക്ടീഷണർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്കവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി രാജ്യങ്ങളിൽ ഇപ്പോൾ യൂറോപ്പിലും ഇതിലൊക്കെ ഓസ്ട്രേലിയയിൽ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ അവിടെ ഇത്രയും എക്സാം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് റെഗുലേഷൻ ഉണ്ട്. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് UAE-യിൽ എക്സാം എഴുതിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക്
പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഖത്തറിലും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലാസ്റ്റ് 1-2 ഇയേഴ്സ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബഹ്റൈനിലും 2-3 ഇയേഴ്സ് ആയിട്ടുണ്ട്. കുവൈത്തിൽ അവർ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗദിയിലും. ഒമാനിലും ഈ പറഞ്ഞ പോലെ ഒരു 5-6 ഇയേഴ്സ് ആയിട്ട് MOH എക്സാം ഉണ്ട്. നിങ്ങൾക്ക് എക്സാം എഴുതി അവിടെ കയറാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഡോക്ടറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ ബാക്കിയുള്ളത് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്ന ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയാണ്. നമ്മുടെ മരിച്ചുപോയ റിയാസ്ക വർക്ക് ചെയ്തിരുന്ന ഇൻഷുറൻസ് കമ്പനിയിലാണ്. അവിടെ ഒരുവിധം നല്ല സാലറി കിട്ടും, നല്ല കരിയറാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നല്ല രീതിയിൽ പ്രൊസീഡ് ചെയ്ത് പോകാം. അതായത് ഇൻഷുറൻസ് കോഡിങ്ങും കാര്യങ്ങളും പഠിച്ചാൽ അഡ്വാൻറ്റേജ് ആയിരിക്കും. അതായത് ഇതിന് കോഡിംഗ് ഉണ്ട്, ഇൻഷുറൻസ് കോഡിംഗ് ഉണ്ട്, പല വെബ്സൈറ്റുകളിലും ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം, ഓഫ്ലൈനായിട്ട് ചെയ്യാം. അപ്പോൾ കോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി കിട്ടി പ്രൊസീഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഓപ്ഷൻ ഉള്ളത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അവിടെ തന്നെ ക്വാളിറ്റി അനലിസ്റ്റ്, അതിനും ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും വർക്ക് ചെയ്യാം. പിന്നെ ഈ ഇൻഷുറൻസ് തന്നെ ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യാം. ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് ഫോം ഫില്ല് ചെയ്യുന്നതും അതുപോലെ പേഷ്യൻ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതുമായിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലും BMS ഗ്രാജുവേഷനും വർക്ക് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ MBA ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ MBA എടുത്ത് കൈ വെച്ചതും, ഇൻ കേസ് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി അഡ്വൈസർ, ഇത് ചില കമ്പനികളിൽ ഫയർ ആൻഡ് സേഫ്റ്റി അഡ്വൈസർ എന്നൊരു പോസ്റ്റ് ഉണ്ടാവും. മിക്കവാറും ചില കമ്പനികൾ ഡോക്ടേഴ്സിനെ തന്നെ വേണമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായി കിട്ടാവുന്നതാണ് ഫയർ ആൻഡ് സേഫ്റ്റി അഡ്വൈസർ. ഇവിടുത്തെ ദുബായിലെ ഏറ്റവും മെയിൻ പെട്രോളിയം കമ്പനി ഉണ്ട് ആഡ്നോക്ക് കമ്പനിയുടെ അതേപോലെ തന്നെ ഏറ്റവും ടോപ്പ് ഇൻഷുറൻസ് കമ്പനിയാണ് ആഡ്നിക്. അതിലത്തെ ഹെഡ് ഓഫ് ഫയർ ആൻഡ് സേഫ്റ്റി അഡ്വൈസർ ഒരു ആയുർവേദ ഡോക്ടറാണ്. പുള്ളി ആയുർവേദ ഡോക്ടറാണ്, പക്ഷേ പുള്ളി ഇവിടുത്തെ ദുബായിലെ MOH കഴിഞ്ഞ് അതിനുശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മാറി. ഫൈനലി ഇപ്പോൾ പുള്ളി എത്തിയിരിക്കുന്നത് എന്താ പറയുക, ഇവിടെ ദുബായിലെ ഇമാറാത്തിൽ ലോക്കൽസ് വർക്ക് ചെയ്യുന്ന നല്ല ഹൈ പോസ്റ്റിലാണ്, ഹൈ പ്രൊഫൈൽ ജോബിലാണ് പുള്ളി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പുള്ളിയും ബേസിക്കലി ആയുർവേദ ഡോക്ടറാണ്, പക്ഷേ അതിനുശേഷം MBA ചെയ്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാക്കി കാര്യങ്ങളും ചെയ്തിട്ടാണ് പുള്ളി മുമ്പോട്ട് പോയത്. അപ്പോൾ അതൊരു വേറെ ലിങ്കാണ്, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ എല്ലാ ഹെൽത്ത് റിലേറ്റഡ് സ്റ്റഫ്സിലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. പിന്നെ ഈ BMS കഴിഞ്ഞതിന് ശേഷം MOH എടുക്കാത്തവർക്ക് മിക്കവാറും ആയുർവേദ ക്ലിനിക്കുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ചിലർ റിസപ്ഷനിൽ ഇരിക്കുന്നവരുണ്ട്, ചിലർ ഡോക്ടർ ഇല്ലാത്ത സമയത്ത് ഡോക്ടറായിട്ട് ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ ആ രീതിയിലും ഒരു തുടക്കം എന്നുള്ള രീതിയിൽ പലർക്കും വേണമെങ്കിൽ ഇരുന്ന് നോക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ സാലറി പരമാവധി അവർ അടിച്ചു താഴ്ത്തും. അപ്പോൾ അതൊന്ന് നോക്കണം. പക്ഷേ എഫിഷ്യൻ്റ് ആണെങ്കിൽ ഏത് പ്രൊഫഷൻ ആണെങ്കിലും MOH ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ല സാലറി കിട്ടും, എഫിഷ്യൻസി അനുസരിച്ചിരിക്കും. പിന്നെ യോഗ ഇൻസ്ട്രക്ടർ, ഞാൻ ഇപ്പോൾ ഈ ജോബിലെത്തിയതിന് ശേഷം ഫസ്റ്റ് എത്തിയപ്പോൾ പേഷ്യൻസ് കുറവായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് വന്നിട്ടേ ഉള്ളൂ, ആൾക്കാർക്ക് നമ്മളെ അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പിടിച്ചു നിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രണ്ടാമതൊരു ലക്ഷറി റിസോർട്ടിൽ ജോയിൻ ചെയ്തപ്പോൾ അവിടെ യോഗ പഠിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റത്തെ ഒരു 1 ഇയർ ഞാനൊരു യോഗ ഇൻസ്ട്രക്ടർ തന്നെയായിരുന്നു. ഫുൾ ടൈം അല്ല, അതായത് ദിവസേന ഒരു 2-3 അവർ മാക്സിമം യോഗ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ഞാൻ കീപ്പ് ചെയ്തത്. ഖത്തറിൽ നമ്മളൊപ്പം ഞാൻ ജൂനിയറായി പഠിച്ച ഫിറോഷിയ യോഗ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ പലരും യോഗ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതും ഒരു എന്താ പറയുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സെഷൻ ഇപ്പോൾ ഒരു സെഷൻ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്കൊരു ആഡ് അഡ്വാൻറ്റേജ് ആവും. എപ്പോഴെങ്കിലും ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടും, ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് എപ്പോഴെങ്കിലും പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി വെക്കുക. അതാണ് എനിക്കൊരു കിട്ടിയ ചാൻസ്. ഞാൻ സെക്കൻഡ് ജോബിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ആ യോഗ ഇൻസ്ട്രക്ടറായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യിപ്പിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് പഠിച്ചത്. സംഭവം ഞാൻ പഠിച്ചത് മെയിൻലി നമ്മുടെ വിഷ്ണു ആയുർവേദ കോളേജിൽ പഠിച്ച യോഗ തന്നെ ഞാനും പഠിച്ചിട്ടുള്ളൂ, അതിലപ്പുറമൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ ബാക്കി യൂട്യൂബാണ്. പക്ഷേ നമുക്കൊരു അതിൻ്റേതായ സ്റ്റെപ്പുകളും കാര്യങ്ങളും എന്ത് ചെയ്യണം എന്നുള്ളതുണ്ടാവും. അപ്പോൾ പിന്നെ ബേസിക് കൺസെപ്റ്റ് വരുന്നത് ഒരു ആയുർവേദ ഡോക്ടർ കയ്യിൽ നിന്നാണ് എന്നുള്ള അഡ്വാൻറ്റേജ് ഒക്കെ ഉള്ളത് കൊണ്ട് സിമ്പിളായി മുമ്പോട്ട് പോകാൻ പറ്റി. അപ്പോൾ ഒരു കൊല്ലം ഞാൻ അതുകൊണ്ട് അടിച്ചു പൊളിച്ചു, വിചാരിച്ചതിൽ നന്നായി കാര്യങ്ങൾ നടന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഫാമിലീനൊക്കെ കൊടുന്നു, അതാണ് പിന്നെ സെറ്റിലായത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ സ്പാ മാനേജർ. ഇതും എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ ആണ്. ഇനിയിപ്പോൾ ഒന്നും നടന്നില്ലെങ്കിൽ MBA ഉള്ളത് കൊണ്ട് സ്പാ മാനേജറായിരിക്കണം. ദുബായിൽ ആകെ ഒരേ ഒരു ഹോട്ടലിൽ മാത്രമേ ആയുർവേദം
ആയുർവേദ തെറാപ്പി ചെയ്യുന്ന സ്പാ ഉള്ളൂ. ഒരേ ഒറ്റ ഉള്ളൂ. ഇത് അതിനെ പറ്റി ആൾക്കാർ അത്യാവശ്യം ഉണ്ടെങ്കിൽ, പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ദുബായിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഹോട്ടൽസാണ്. ആയുർവേദം അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം. ഇതൊരു നല്ലൊരു പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് സ്പാ മാനേജർ എന്നുള്ള രീതിയിൽ ജോലി കിട്ടുകയാണെങ്കിൽ, അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാളെ കിട്ടുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കാം ദുബായിൽ. പിന്നെ ആയുർവേദ വേൾഡ് വൈഡ് ആയുർവേദത്തിൻ്റെ ആക്സെപ്റ്റൻസ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് മെഡിക്കൽ സിസ്റ്റമാണ് ആയുർവേദം. ലോകം ഫുള്ള് നമ്മളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളാകെ വളരെ കുറച്ചേ ഉള്ളൂ, നമ്മളെ ആർക്കും വേണ്ട. സാലറി ആയുർവേദ ഡോക്ടേഴ്സാണ് ആയുർവേദ ഫീൽഡിൽ ഏറ്റവും കുറവ് ശമ്പളം പറ്റുന്നവരും അല്ല ഏറ്റവും കുറവ് ബെനിഫിറ്റ് എടുക്കുന്നവരും. മെഡിസിൻ സെല് ചെയ്യുന്നവരും അതുപോലെ തന്നെ ബാക്കി റൈറ്റേഴ്സ് ആണെങ്കിലും ഇതിനേക്കാൾ ഒരു ബില്യനേഴ്സ് വരെ ഉണ്ട് ആയുർവേദ ഫീൽഡിൽ, ആയുർവേദ ഡോക്ടർ ഇല്ലാത്ത ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ മെയിനായിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയുർവേദം എന്ന ടൈറ്റിൽ യൂസ് ചെയ്ത് അവർ പല രീതിയിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾക്ക് ഈ ഡോക്ടർ ടൈറ്റിൽ ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ ഒന്നിലും ഇറങ്ങില്ല. പക്ഷേ ഫീൽഡ് വിട്ട് പോകുന്നവർ ഇഷ്ടംപോലെ ഉണ്ട് താനും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഷഹീൻ, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകണം. ആയുർവേദം എന്നുള്ളത് എല്ലാവർക്കും കിട്ടണം, വേണം എന്നുള്ള രീതിയിൽ നിന്നിരുന്നാണ്. ഏത് ലോകത്തു നിന്നാണെങ്കിലും ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്നാണെങ്കിലും അത്യാവശ്യം ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട്, യൂറോപ്പിൽ നിന്നാണെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ട്, അമേരിക്കയിൽ നിന്നാണെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഒറിജിനൽ അല്ലാത്ത നമ്മുടെ BAMS പഠിക്കാത്ത ആൾക്കാർ വരെ കേരളത്തിൽ വന്ന് ഒരു 2-3 വീക്സ് എക്സ്പീരിയൻസ് കൊണ്ട് അവരവിടെ പോയി ആയുർവേദ ഡോക്ടർ എന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്. അവരൊക്കെ അത്യാവശ്യം കാശുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആയുർവേദ ഡോക്ടർമാർ മാത്രമാണ് പിന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആയുർവേദ ഡോക്ടർമാർ തന്നെ മുമ്പോട്ട് വന്ന് ഓൺലൈൻ ബ്ലോഗൊക്കെ ഇട്ട്, അതായത് ഒതൻറ്റിക് ആയിട്ടുള്ള ബ്ലോഗുകൾ ഇട്ടിട്ട് ബാക്കി ഫേക്കും സാധനങ്ങളൊക്കെ പിന്നോട്ട് പോകുന്ന രീതിയിൽ നമ്മൾ മുമ്പോട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് എൻഗേജ്ഡ് ആണ് ഓൾറെഡി, അതുകൊണ്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ ടൈമില്ലാത്തത്. പക്ഷേ ഇങ്ങനെ ഒരു വിങ്ങും കൂടെ ഉണ്ടാക്കിയെടുത്ത് ഒതൻറ്റിക് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, ഒതൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്ന രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിൽ കുറേ ആൾക്കാർക്ക് ബിസിനസ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ആയുർവേദത്തിൻ്റെ അവയർനെസ് പറയുകയാണെങ്കിൽ, ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അക്യുപങ്ക്ചർ വെറും 1 മില്യൺ ആൾക്കാരെ റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷേ യുനാനി 8 മില്യൺ, ഹോമിയോപ്പതി 25 മില്യൺ, അതിൽ ആയുർവേദം എടുക്കുന്നത് എത്രയോ അറ്റത്താണ്. 74 മില്യൺ റിസൾട്ടാണ് ആയുർവേദം എന്നുള്ള ടേം സെർച്ച് ചെയ്താൽ കിട്ടുന്നത്. അതായത് അത്രയും ഫേമസ് ആണ്, അത്രയും വലിയ കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ആയുർവേദ ഡോക്ടർമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലെസർ നമ്പറാണ്. 0.0001% പോലും ആയുർവേദ ഡോക്ടർമാരില്ല. എന്നിട്ട് പോലും നമുക്കതിൻ്റെ ഒരു റവന്യൂ ഷെയർ കിട്ടുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതികളിൽ മാറ്റം വരുത്തണം. എല്ലാവരും ഡോക്ടർ വിജിത്തിനെ പോലെ ബിസിനസ് റൺ ചെയ്ത് ഇരുന്നാൽ പോരാ. മുമ്പോട്ട് വന്ന് വിജിത്ത് വിജിത്ത് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷേ വിജിത്ത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതുകൊണ്ട് വിജിത്തിന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം ബാക്കിയുള്ളവരെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുഷ് ചെയ്യുന്ന ആ ഫ്ലോ നിൽക്കാതെ എല്ലാവരും മുമ്പോട്ട് തന്നെ പോകണം. ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ പോലും വേൾഡ് ഫുള്ള് പോയി കഴിഞ്ഞാൽ പോലും അവർക്കൊരു ബില്യൺ കണക്കിന് പീപ്പിളാണ് കമ്മ്യൂണിറ്റി ഉണ്ടാവുക ഫേസ് ചെയ്യാൻ. നമ്മൾ ആയുർവേദ പ്രൊഫഷനും വേൾഡ് പോപ്പുലേഷനും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബില്യൺ കണക്കിന് ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ കൂടുതലിരിക്കുന്നതുകൊണ്ട് എല്ലാവരും കേരളത്തിൽ തന്നെ ഇരിക്കണം, കേരളത്തിൽ നിന്ന് പുറത്ത് പോകുന്നില്ല, പുറത്ത് പോകാൻ ഓപ്പർച്യൂണിറ്റി എന്നെ വന്ന് ആരെങ്കിലും വിളിക്കുമോ എന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഈ ചാൻസൊക്കെ എടുത്ത് എവിടെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ നോക്കണം. എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റ് ബെനിഫിഷ്യലാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ ഷിജോ യൂറോപ്പിൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ദുബായിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് വരെ കവർ ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസിൽ അവർക്ക് കൺസൾട്ടേഷൻ ഫീ കിട്ടും, തെറാപ്പീസ് വരെ കവർ ആവുന്നുണ്ട്. അപ്പോൾ ഈ യൂസ് നമ്മൾ ആരും ചെയ്യുന്നില്ല. ഇനി ഞാൻ ഇവിടെ വന്നപ്പോഴും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പോഴും എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, ദുബായിൽ ആയുർവേദം ഉണ്ടോ, ദുബായിൽ ആയുർവേദ മരുന്ന് കിട്ടുമോ? മലയാളികൾക്ക് വരെ അറിയില്ല ഇവിടെ ആയുർവേദമുള്ള കാര്യം. അപ്പോൾ ഈ അവയർനെസ് ഇല്ല എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനീസ് അവർ റീഫണ്ട് ചെയ്യുന്നുണ്ട്, എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ കവർ ചെയ്യുന്നുണ്ട്, എല്ലാ മെഡിസിനും അവൈലബിൾ ആണ്. ഏത് ഘൃതമായാലും കഷായാലും അരിഷ്ടമാണെങ്കിലും ഒന്നും ഇവിടെ റെസ്ട്രിക്റ്റഡ് അല്ല, എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഒരുവിധം എല്ലാ എമിറേറ്റ്സിലും അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഒരിക്കലും വേറൊരു സായിപ്പും മദാമിയും വന്ന് യോഗ ചെയ്യുന്ന പോലെ
ബാക്കിയുള്ള രാജ്യങ്ങളിൽ അവർ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഇവിടെ വേറൊരാൾക്കും ആയുർവേദം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ എന്നാലും ഉണ്ട്, ചില വ്യാജവൈദ്യന്മാരുണ്ട്, അവർ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. നാട്ടിൽ നിന്ന് വ്യാജന്മാർ വന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നവരും എല്ലാവരും ഉണ്ട്. പക്ഷേ റെസ്ട്രിക്റ്റഡ് ആണ്, പക്ഷേ ഓപ്പർച്യൂണിറ്റിയാണ് അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് ആണ്. നല്ല രീതിയിൽ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല സാലറി ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കുക സാലറിയുടെ കാര്യത്തിൽ. നിങ്ങളുടെ വിൽ പവർ, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര സാലറി അവർ തരാം എന്നുള്ളത്. ഇപ്പോൾ ഏതൊരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും എങ്ങനെ ബിസിനസ് ഞാൻ ഉണ്ടാക്കിത്തരും എന്നുള്ളത് വേണം അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അല്ലാതെ എനിക്ക് ആയുർവേദം അറിയാം, വാദം കൂടുതൽ, കഫം കൂടുതൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവർക്ക് എങ്ങനെ നിങ്ങളെ ഹയർ ചെയ്തത് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു പോയിന്റ് നിങ്ങളെപ്പോഴും ഉണ്ടാക്കിയെടുക്കണം, അതിന് വർക്ക് ചെയ്യണം. പിന്നെ ദുബായിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ എനിക്ക് കാനഡയിൽ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ സിമ്പിളായിട്ട് ബാക്കിയുള്ള യൂറോപ്പിലോട്ടോ കാനഡയിലോട്ടോ യു എസിലോട്ടോ മാറിപ്പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വരുന്ന പേഷ്യൻസ് വരെ നല്ല ഹൈ പ്രൊഫൈൽ പേഷ്യൻസ് ഉണ്ടായിരിക്കും, അവരെ നാട്ടിൽ ആയുർവേദ സെൻറ്റർ തുടങ്ങണമെന്ന് പറയുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്ത് ട്രെയിൻ ചെയ്ത് വെക്കണം. നിങ്ങളൊരു ബിസിനസ് മോഡൽ ഉണ്ടാക്കി വെക്കുക. ഒരു ഒരാളങ്ങനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി എനിക്കിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ദീസ് ആർ മൈ ഫിഗേഴ്സ്, നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരതിമ വർക്കൗട്ട് ചെയ്ത് പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും നോക്കാം. പിന്നെ ദുബായിൽ ഇപ്പോൾ ഡോക്ടർ വിജിത്തും ഡോക്ടർ മനുവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം കോൺഫറൻസിനൊക്കെ ആയിട്ട്. അപ്പോൾ അതുപോലെ ദുബായിൽ വളരെയധികം പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആയുർവേദത്തിന്. അപ്പോൾ ഇത് മൊത്തം മിഡിൽ ഈസ്റ്റിലെ ആൾക്കാർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദുബായിലോട്ട് വരുന്നതിന് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ദുബായിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ലൈസൻസിങ് എങ്ങനെയാണ് ആയുർവേദ ലൈസൻസ് ഒപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദുബായിൽ UAE ഞാൻ പറഞ്ഞ പോലെ UAE, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ ഇത്രയും സ്ഥലങ്ങളിലാണ് MOH ഉള്ളത്. MOH എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് എന്നാണ് MOH എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. UAE അത് DHA, DHCC, MOH, ഹാദ് 4 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആയുർവേദം ബേസിക്കലി MOH മാത്രമാണുള്ളത്. അപ്പോൾ DHA, DHCC, MOH, ഹാദ് ഇതിൽ ഏറ്റവും മെയിനായിട്ട് എക്സാംസ് വരുന്നത് MOHലാണ്. MOHൽ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായിലും വർക്ക് ചെയ്യാം, ഹാദ് എന്നുള്ള അബുദാബിയാണ്, അതിലും വർക്ക് ചെയ്യാം. അപ്പോൾ ദുബായിൽ വരികയാണെങ്കിൽ MOH എക്സാം ഒറ്റൊന്നേ ഉള്ളൂ എഴുതി തീർക്കാൻ. അത് MOH എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് DHAയിലും അറ്റാച്ച് ചെയ്യാൻ പറ്റും, ഹാദിലും അറ്റാച്ച് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ലൈസൻസ് DHCC ആണ്. DHCC എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് ഹെൽത്ത് കെയർ സിറ്റി. അവിടെ ഒരു സ്പെഷ്യൽ ലൈസൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് തരും അവർ. കാശുമുണ്ട്, നിങ്ങൾക്ക് നാട്ടിലൊരു സ്ഥാപനമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള ലൈസൻസ് തരും. നിങ്ങൾക്ക് ആ DHCC ഏരിയയിൽ, അതായത് ഹെൽത്ത് കെയർ സിറ്റിയാണ്, പുറത്തുനിന്നുള്ള വിദേശികൾ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഏരിയയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടി ജോലി ചെയ്യാൻ പറ്റും. അതാണ് ഈ DHCCയുടെ അഡ്വാൻറ്റേജ്. എക്സാം എഴുതാതെ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറാം. ബാക്കിയുള്ളതിലൊക്കെ കയറണമെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതിയേ പറ്റും. ദുബായിൽ ഇപ്പോൾ സുഹൈല നമ്മളെ ജൂനിയർ ബാച്ചിൽ പാസ്സായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബൈജു കൃഷ്ണൻ വന്നിട്ടുണ്ട് ഇപ്പോൾ എക്സാം എഴുതാനൊക്കെ ആയിട്ട്. പിന്നെ ഒമാനിൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദം കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർ, ആയുർവേദത്തിനെ കൂടുതൽ അറിയുന്നവർ, അല്ലെങ്കിൽ ആയുർവേദമാണ് കൂടുതൽ, എനിക്ക് മോഡേൺ ആണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് MOH എഴുതാൻ പറ്റും. ദുബായിലെ MOHൽ ടോപ്പിക്സ് മോഡേൺ മാത്രമേ ഉള്ളൂ. ഒമാനിലെ MOHൽ ആയുർവേദമാണ്. അപ്പോൾ ഒമാനിലെ MOH അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദം കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് MOH ഒമാൻ. അപ്പോൾ അവിടെ എൻ്റെ ബാച്ചിൽ പഠിച്ച ആദ്യ ഡോക്ടറുണ്ട്, പിന്നെ ആയിഷ, അവർ രണ്ടുപേരാണ് ഒമാനിലുള്ളത്. ഖത്തറിൽ ഈ പറഞ്ഞ പോലെ അവർ റീസെൻ്റ്ലി ലാസ്റ്റ് 1 year ആയിട്ട് തുടങ്ങിയിട്ടുള്ള MOH എക്സാം. അവിടെ നമ്മുടെ ഫിറോഷിയ എന്ന് പറഞ്ഞ ജൂനിയറിൽ പഠിച്ചിട്ട് ഒരു ആൾ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബഹ്റൈനിലും ഈ പറഞ്ഞ പോലെ 1 year ആയിട്ട് അവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. NHRA ആണ് അവിടുത്തെ എക്സാമും കാര്യങ്ങളും നോക്കുന്നത്. സൗദിയിലും ഇതേപോലെ. പക്ഷേ അവിടെയും സൗദിയിൽ ഈ UAEയിൽ അത്രയൊന്നും എക്സ്പോഷർ ഇല്ല, അവിടെ അധികം എഴുതുന്നവരും ഇല്ല, അധികം ഹോസ്പിറ്റൽസും ഇല്ല. മെയിനായിട്ട് UAEയിലാണ്. UAE, ഒമാനാണ് ഏറ്റവും മെയിൻ. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് 1 എംബസി അറ്റസ്റ്റേഷനാണ്. നിങ്ങൾ സർട്ടിഫിക്കറ്റ് എന്തൊക്കെ കയ്യിലുണ്ടോ, അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലിസ്റ്റ് ചെയ്യാൻ നെക്സ്റ്റ് തരും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എംബസി അറ്റസ്റ്റേഷൻ കഴിഞ്ഞിരിക്കണം.
FSC അറ്റസ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഡാറ്റ ഫ്ലോ പ്രോസസ്സ് ഉണ്ട്. അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറിജിനൽ ആണോ അല്ലേ എന്ന് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും അയച്ചു കൊടുക്കും. അപ്പോൾ അവർ മിക്കവാറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് വിളിച്ച് അന്വേഷിക്കും, അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്തോട് വിളിച്ച് അന്വേഷിക്കും, അതുപോലെ നിങ്ങൾ ഏത് എക്സ്പീരിയൻസ് ആണോ വെച്ചത് അവർക്ക് വിളിച്ച് അന്വേഷിക്കും. എല്ലായിടത്തും അവർ അന്വേഷിച്ച ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ വാലിഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു PSB സർട്ടിഫിക്കറ്റ് തരും. ഈ PSB സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സാമിന് ഡേറ്റ് സെലക്ട് ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ്. അപ്പോൾ എംബസി രജിസ്ട്രേഷൻ ആദ്യം തീർക്കുക, എന്നിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാം ഡാറ്റ ഫ്ലോ പ്രോസസ്സ് വഴി, എന്നിട്ട് നിങ്ങൾ ഡേറ്റ് സെലക്ട് ചെയ്യാം. ഇതിൽ ഡോക്യുമെൻറ്റ്സ് വേണ്ടത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതായത് BAMS സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ, അതായത് ലൈസൻസ്, തിരുവനന്തപുരത്ത് കിട്ടുന്ന ലൈസൻസ്, ഇപ്പോൾ CCM ലൈസൻസ് ആണെങ്കിൽ അത്, പിന്നെ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് 2 years എക്സ്പീരിയൻസ് വേണം. 1 year ഇന്റേൺഷിപ്പ് പ്ലസ് 2 year അതർ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ മാർക്ക് ലിസ്റ്റും ഉണ്ടായിരിക്കണം, എല്ലാ മാർക്ക് ലിസ്റ്റും വേണം. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഗുഡ് സ്റ്റാൻഡിങ്. ഈ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ ഒരു ഫോം കിട്ടും, അത് ഫിൽ ചെയ്ത് തിരുവനന്തപുരത്തോട്ട് അയച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കൗൺസിൽ നിങ്ങൾക്ക് തിരിച്ചൊരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് അയച്ചു തരും. പിന്നെ നിങ്ങളൊരു CV റെഡിയാക്കി വെക്കുക. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡിക്ലറേഷൻ, അതായത് നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്ലൈ ചെയ്യുന്നത് അവർക്കൊരു ഫോം ഉണ്ടായിരിക്കും, അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്യാനുള്ളൊരു ഡിക്ലറേഷൻ കൊടുക്കുക. പിന്നെ ഒരു പാസ്പോർട്ട് കോപ്പി. പിന്നെ ഉള്ളതാണ് CPR സർട്ടിഫിക്കറ്റ്, അതായത് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ്. അതായത് ദുബായിൽ ജോലിക്ക് ഈ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിൽ അമേരിക്കൻ ഹെൽത്ത് അസോസിയേഷൻ്റെ ഏതെങ്കിലും സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്. ജസ്റ്റ് 1 day, ഒരു 6 hours കാര്യം ഉണ്ടാവുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓരോന്നിൻ്റെയും വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ് സെലക്ഷൻ കിട്ടും. ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള കാര്യമാണ് എക്സാം. അപ്പോൾ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 4 to 5 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഒരു PG ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മിക്കവാറും ഈ ക്ലിനിക്കൽ ആസ്പെക്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും, അതായത് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ PG ലെവൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ബേസിക്കായിട്ട് അവർ ഡേവിഡ്സൺ ആണ് സിലബസ് വെക്കുന്നത്, ഒക്കെ മോഡേൺ ടോപ്പിക്സ് ആയിരിക്കും. ആയുർവേദ ടോപ്പിക് ഉണ്ടാവുകയില്ല. ഒമാനിൽ മാത്രമേ ആയുർവേദ ടോപ്പിക് ഉള്ളൂ, ബാക്കി ഒന്നിലും ആയുർവേദ ടോപ്പിക് ഇല്ല. കംപ്ലീറ്റ്ലി മോഡേൺ ആയിരിക്കും. ഡേവിഡ്സൺ ആണ് അവർ മെയിനായിട്ട് വെക്കുന്ന സിലബസ്. പിന്നെ അതുപോലെ നമ്മുടെ സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ്റെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഉണ്ടാവും. അത് നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഇപ്പോൾ മെയിൻലി ഇപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞാൽ കൊറോണയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും അടുത്ത എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ എന്തൊക്കെ പുതിയ അപ്ഡേറ്റ് ഉണ്ടോ അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഐഡിയ ഉണ്ടാവണം. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് നമ്മുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും യൂറിൻ ആണെങ്കിലും അതിനെക്കുറിച്ചും ബേസിക്കായിട്ട് ഐഡിയ ഉണ്ടാവണം. പിന്നെ അതുപോലെ അവർ ക്വസ്റ്റ്യൻസ് വരിക, അപ്പോൾ സോറിയാസിസ് ഉള്ള ഒരാളെ സ്കിന്ന് കാണിച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരും. എന്തൊക്കെ ചാൻസ് ഉണ്ടോ ആ ചാൻസിലൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ആയുർവേദം റിലേറ്റഡായിട്ട് ഒരു ടോപ്പിക് ഉണ്ടാവില്ല, 100% ഉറപ്പാണ്. മോഡേൺ ആയിട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാം, എത്ര ഡെപ്തിൽ വേണമെങ്കിലും ചോദിക്കാം, എത്ര കോംപ്ലിക്കേറ്റഡ് വേണമെങ്കിലും ചോദിക്കാം. നമ്മുടെ ചുറ്റോറം നമ്മളെ ഒപ്പം എക്സാം എഴുതുന്നവർ ഹോമിയോക്കാരുണ്ടായിരിക്കും, ആയുർവേദം ഉണ്ടാവും, യുനാനി ഉണ്ടാവും, പിന്നെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരൊക്കെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും എക്സാം നടത്തുക. ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരു 3 പേരെയോ എങ്ങാനായിരിക്കും അവർ സെലക്ട് ചെയ്ത് അടുത്ത പ്രോസസ്സിലോട്ട് വിളിക്കുക, അതായത് ഇൻ്റർവ്യൂവിൽ ഈ എക്സാം പാസ്സായവരെ ഇൻ്റർവ്യൂവിൽ വിളിക്കും. ഇൻ്റർവ്യൂവിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 4 മുതൽ 6 ഡോക്ടർമാർ വരെ ഉണ്ടാവും ചുറ്റോറം. അവരായിരിക്കും നമ്മളോട് ചോദ്യം ചോദിക്കുക. അതിൽ 2 ആയുർവേദ ഡോക്ടർ ഉണ്ടായിരിക്കും, ഒരു ആൾ മോഡേൺ ഡോക്ടർ ഉണ്ടായിരിക്കും, ഒരാൾ ലാബ് ടെക്നീഷ്യൻ ഉണ്ടായിരിക്കും, ഒരാൾ MOHൻ്റെ ഡയറക്റ്റ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ നിന്ന് നമ്മളെ അടുത്ത് പല ചോദ്യങ്ങൾ ചോദിക്കും. മോഡേൺ ചോദിക്കാം, ആയുർവേദം ചോദിക്കാം. അപ്പോൾ ചില ആയുർവേദ ഡോക്ടർമാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കേസ് പറയും, എന്നിട്ട് ആ കേസുമ്പോൾ പിടിച്ച് അതിൻ്റെ ആയുർവേദ മരുന്നുകൾ ഏതാ, ആ മരുന്നുകളിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ, അങ്ങനെ കാർഡ് കയറിപ്പോകും. അപ്പോൾ അതിനെക്കുറിച്ചും ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം ഇൻ്റർവ്യൂവിന്. എനിക്ക് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടിയില്ല, കാരണം എൻ്റെ എക്സാം കഴിഞ്ഞ് 3 daysനുള്ള റിസൾട്ട് വന്നു, അവർ ഇൻ്റർവ്യൂവിന് ഡേറ്റ് തന്നു. ആയുർവേദം ഒട്ടും പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ പൊട്ടി. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ പൊട്ടിയാലും കുഴപ്പമില്ല, 3 ചാൻസ് വരെ അവർ തരും. അപ്പോൾ ഈ 3 ചാൻസിനുള്ളിൽ ജയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് MOH സർട്ടിഫിക്കറ്റ് കിട്ടും.
പിന്നെ എമർജൻസി മെഡിസിനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ എക്സാം കഴിഞ്ഞ് 1 വീക്കിനുള്ളിൽ ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ വരും. അപ്പോൾ ആ 1 വീക്കാണ് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുള്ളൂ. അവർ ഡേറ്റ് തരുമ്പോൾ 2 ഡേറ്റ് തരും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കൺവീനിയൻ്റ് ഡേറ്റ് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഇവാലുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോബ് ഹണ്ടിങ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എനിക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് ആ ജോബ് അവിടെ നിന്ന് പോവാതെ കിട്ടിയത് കൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് അതിൽ കയറാൻ പറ്റി. പിന്നെ MOH കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുബായിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യുക, UAE എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യുക. അതിന് ഏതെങ്കിലും ക്ലിനിക്കുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. അപ്പോൾ ഹെൽത്ത് പ്രൊഫഷണൽ ലൈസൻസിങ്ങിൽ 3 കാര്യങ്ങളും കഴിഞ്ഞു. അതായത് അപ്ലിക്കേഷൻ പ്രോസസ്സ്, ഇവാലുവേഷൻ, എക്സാം എങ്ങനെ ആയിരിക്കും, ഇവാലുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ജോലി പ്രൊസീഡ് ചെയ്യുന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ വരാനുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ഞാൻ കുറച്ച് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ കുറേ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ വെരിഫിക്കേഷൻ കഴിയുന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒരു 3 മാസം എടുക്കും ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് അവർ വെരിഫൈ ചെയ്ത് വരണമെങ്കിൽ. പിന്നെ എക്സാമിനേഷൻ ഡേറ്റ് കിട്ടണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 3 മന്ത് വിചാരിക്കാം, എക്സ്പെക്ട് ചെയ്യാം. റിസൾട്ട് പക്ഷേ 3 ദിവസം കൊണ്ട് വരും. നിങ്ങൾക്ക് അടുത്ത രീതിയിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് സ്വന്തം ക്ലിനിക്ക് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഒപ്പിക്കാൻ പറ്റുന്നത്. സ്വന്തം ക്ലിനിക്കാണെങ്കിൽ നിങ്ങൾ തന്നെ അതിൻ്റെ മാനേജിങ് ഡയറക്ടർ എന്നിട്ടിട്ട് നിങ്ങൾ തന്നെ ലെറ്റർ അടിച്ച് നിങ്ങൾ തന്നെ അതിൽ എക്സ്പീരിയൻസ് ഇട്ടിട്ട് നിങ്ങൾ തന്നെ സൈൻ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ലെറ്റർ ആയിട്ടാൽ മതി. അതൊരു കാര്യം. പിന്നെ വാലിഡ് ആയിട്ടുള്ള നെയിം ഉണ്ടായിരിക്കണം, പഞ്ചായത്തിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, കാരണം അവരൊക്കെ വിളിച്ച് വെരിഫൈ ചെയ്യും. പിന്നെ മാസ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാവുന്നുള്ളത്. മാസ്റ്റേഴ്സ് കഴിഞ്ഞ് അപ്ലൈ ചെയ്യുമ്പോഴും ആ മാസ്റ്റേഴ്സ് ചെയ്തത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ, എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കാൻ പറ്റിയ സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യും. അതായത് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും 2 ഇയേഴ്സ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് ആ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങളതിൽ എക്സ്പീരിയൻസ് ആക്കി എടുത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഫോർ ഡിഫറെൻറ്റ് കൺട്രീസ്. അതായത് ഇപ്പോൾ ദുബായിലേക്ക് വഴി നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഖത്തറിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഖത്തറിൽ വേറെ പേ ചെയ്ത് വേറെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് PSV സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഖത്തറിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതന്നെ ആ ഡോക്യുമെൻറ്റ്സ് തന്നെ ഉപയോഗിച്ച് ഒമാനിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം ഡാറ്റ ഫ്ലോ വഴി ലിങ്ക്ഡ് ആണ്. പിന്നെ വിസ പ്രോസസ്സ് ദുബായിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് ഞാൻ പറയുന്നത് വിസിറ്റിംഗ് വിസയിൽ വരിക. വിസിറ്റിംഗ് വിസയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് പറ്റിയ ഒരു സാലറിയിൽ ജോലി കിട്ടുമെങ്കിൽ മാത്രം ജോലിക്ക് ആക്സെപ്റ്റ് ചെയ്യാം. നാട്ടിൽ നിന്ന് തന്നെ ഒരു ജോലി ആക്സെപ്റ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പറ്റിയ സാലറി ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം 2 ഇയേഴ്സിന് നിങ്ങൾ ട്രാപ്ഡ് ആയിരിക്കും. നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണ്, നല്ലൊരു കമ്മീഷൻ പ്രോസസ്സ് അവർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രൊസീഡ് ചെയ്യാം. വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴാണെങ്കിലും നിങ്ങൾ ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും ഒരു ബേസിക് സാലറി വെക്കുക, ഒരു കമ്മീഷൻ എന്നുള്ള രീതിയിൽ. ബേസിക് സാലറി നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അതായത് ഒരു മിനിമം 50,000 എൻ്റെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടണം എന്നുള്ള രീതി വെക്കുക. അതിന് മേലെ വേണം നമ്മൾ കമ്മീഷൻ വെക്കുക. കമ്മീഷൻ എന്നുള്ള രീതിയിൽ മിനിമം 50,000 പോരെ, മിനിമം 1 lakh എങ്കിലും നിങ്ങൾക്ക് എക്സ്പെൻസ് കഴിഞ്ഞ് കയ്യിരിക്കുന്ന രീതിയിൽ വേണം. അതിലും മേലെ വരുന്നതായിരിക്കും നിങ്ങൾ കമ്മീഷൻ. മിക്കവാറും സ്ഥാപനങ്ങൾ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക് സാധനങ്ങൾ മാത്രം, ബേസിക് എക്സ്പെൻസിനുള്ളത് അവർ സാലറി തരും, അതിന് മേലെ വരുന്നത് മാത്രം നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ഈ പറഞ്ഞ പോലെ കുറേ ഡോക്ടർമാർ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ കമ്മ്യൂണിക്കേഷൻ ശരിയാവാത്തതുകൊണ്ടാണ്. പിന്നെ അവർ എങ്ങാനും കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ഇയേഴ്സിന് അവരവിടെ ട്രാപ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണ്, നിങ്ങൾ എഫേർട്ടിനുള്ളതുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഡേറ്റ് സെലക്ഷൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 2 or 3 ഡേറ്റ് അവർ തരും. എക്സാമിൻ്റെ ഡേറ്റും ഇൻ്റർവ്യൂ ഡേറ്റും സെലക്ട് ചെയ്യാൻ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വന്ന് എക്സാം എഴുതിയാൽ മതി. നാട്ടിൽ ഇതിൻ്റെ എക്സാം ഇല്ല, ദുബായിൽ മാത്രമേ ഇതിൻ്റെ എക്സാം ഉള്ളൂ, ദുബായ് അല്ലെങ്കിൽ UAE. പിന്നെ ഇൻഷുറൻസ് കൂടാതെ ലൈസൻസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു. പിന്നെ കമ്പ്യൂട്ടർ ഓർ പേപ്പർ, അതായത് ഇപ്പോൾ വരുന്ന എക്സാം മിക്കവാറും കമ്പ്യൂട്ടറിലാണ്, പക്ഷേ ചിലപ്പോൾ അവർ പേപ്പറിലും എക്സാം ഉണ്ടായിരിക്കും.
പിന്നെ റിസൾട്ട് കിട്ടി MOH പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 2 വർഷത്തിനുള്ളിൽ ജോലിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻവാലിഡ് ആവും. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്യണം. പിന്നെ നമ്പർ ഓഫ് ചാൻസസ്, അതായത് നിങ്ങളുടെ MOHകാർ നിങ്ങൾക്ക് 3 ചാൻസ് തരും. എക്സാം ആണെങ്കിലും ഇൻ്റർവ്യൂ ആണെങ്കിലും ടോട്ടലി 3 ചാൻസേ ഉള്ളൂ. 3 ടൈംസ് ഇഫ് യു ഫെയിൽ യു ആർ ഔട്ട്. പിന്നെ ഒരു 2 years വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഗവൺമെൻറ് ആയുർവേദ ജോബ്സ് ഇതുവരെ ഒന്നുമില്ല. ദുബായിലാകെ ഒരേ ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ക്ലിനിക്കാണ്. ഗവൺമെൻറ് ജോബ് ഇല്ല. അപ്പോൾ ഇത്രയാണ് ദുബായിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, പറയാം. താങ്ക് യു ഡോക്ടർ റിഫാസ്. MOHനെ കുറിച്ചിട്ടുള്ള എന്താ പറയാ കുറെ അബദ്ധധാരണകളും തെറ്റിദ്ധാരണകളും എല്ലാം താങ്കളുടെ ക്ലാസ്സോടുകൂടെ മാറിയിരിക്കുകയാണ്. കാരണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്താ പറയാ ഡോക്ടർക്ക് UAE മാത്രം എന്തോ ഡോക്ടർക്ക് കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇത് UAE മാത്രമല്ല GCC നേഷൻസിലെ മൊത്തം സൗദി, ബഹ്റിൻ പോലെയുള്ള ഒമാൻ എല്ലായിടത്തും കാര്യങ്ങൾ പറഞ്ഞതിൽ വലിയ സന്തോഷം. കാരണം നമ്മൾ UAE മാത്രം എക്സ്പെക്ട് ചെയ്തു. ഞങ്ങളൊരു പൂ ചോദിച്ചു, നീ ഒരു പൂക്കാലം തന്നെ തന്നു. സന്തോഷം. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഹൗസ് സർജൻസിനോട് തന്നെ അവരുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും നമുക്കൊന്ന് ചോദിക്കാം. ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരെയും. ഓക്കെ, റിഫാസ് സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ദുബായ് സംശയങ്ങൾ പോയിട്ട് UAE പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കുള്ള സംശയങ്ങൾ റിഫാസിനോട് ചോദിക്കാം. പതിവ് പോലെ അഞ്ജലിനെ തുടങ്ങിക്കോളൂ. എനിക്കില്ല വിജിറ്റേട്ടാ, ദുബായിൽ പോകാൻ താല്പര്യമില്ല. എല്ലാത്തിലും ഞാൻ തന്നെ ഇനി മാറ്റി പിടിക്കും. ഓക്കെ, എവിടെ അമൃത സിയാർ. കരിഷ്മ അമൃത, യെസ് പറയൂ, ചോദിക്കൂ. അമൃത സിയാർ. അമൃത സിയാർ ഇപ്പൊ ദുബായിലല്ലേ ഉള്ളത്? അതെ അതെ അതെ, അതുകൊണ്ട് എനിക്ക് വളരെയധികം സംശയമുണ്ട്. ശരി ശരി. ഹൗസ് സർജൻസിന്റെ കുറച്ച് അവകാശം ഞാൻ എടുക്കുകയാണ്, കുറച്ചധികം വെച്ചിട്ടുണ്ട്. റിഫാസിന് നേരിട്ട് പോയി കാണാട്ടോ. ഞാൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ശരി ശരി, ഓക്കെ. ആദ്യത്തെ സാർ പറഞ്ഞില്ലേ സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലത്തെ MBA നെ കുറിച്ചിട്ട്, അത് ഡിസ്റ്റന്റ് ആയിട്ടാണോ ചെയ്തത്? ഡിസ്റ്റൻസ് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഇവിടെ കുഴപ്പമില്ല, വാലിഡ് ആണല്ലേ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. സർട്ടിഫിക്കറ്റ് ഒക്കെ സെക്കൻഡറി ആണ്. നിങ്ങൾ എങ്ങനെ അവരെ കൺവിൻസ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും. അവര് സർട്ടിഫിക്കറ്റ് എടുത്ത്, ബേസിക് സർട്ടിഫിക്കറ്റ് ദുബായ് എക്സാമിന് കയറുന്നതിന് മുമ്പേ, ഐ മീൻ ദുബായിൽ ജോലിക്ക് കയറുന്നതിന് മുമ്പേ ഒരു വാലിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൾറെഡി BMS ഉണ്ട്, അതിന് മേലെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ MBA എന്നുള്ളത് ഒരു അലങ്കാരം മാത്രമാണ്. MBA പിന്നെ അവർ പോയി അന്വേഷിക്കുന്നുള്ള ഡിസ്റ്റൻ്റ് ആണോ വാലിഡ് ആണോ എന്നുള്ളതൊന്നും. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ബിസിനസ് മൈൻഡിൽ സംസാരിക്കണം. നമ്മൾ MBA എടുത്ത് വെച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലാസിക് മൈൻഡിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ടോക്ക് മാറണം, ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡിൽ വേണം സംസാരിക്കാം. അത്രേ ഉള്ളൂ. പിന്നെ ഈ MBAയിലൊന്നും വലിയ കാര്യമില്ല. ഡോക്ടർ വിജയത്തിരിക്കുന്നത് കണ്ടില്ലേ, എക്സ്പീരിയൻസിലാണ് കാര്യം. ഇതിപ്പോ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ക്വാറന്റൈനിൽ ഇരിക്കുന്ന സമയത്തായതുകൊണ്ട് ഞാൻ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനെ കുറിച്ച് തപ്പിയപ്പോ ഇന്ന് തന്നെ കണ്ടതാണ് സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ MBA. പിന്നെ കുഴപ്പമില്ല, നല്ല തന്നെയാണ്. പക്ഷെ ഫയർ ആൻഡ് സേഫ്റ്റി അഡ്വൈസറിന്റെ ഒരു പോസ്റ്റ് പറഞ്ഞില്ലേ, ഒന്നുകൂടെ പറയൂ. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു പോസ്റ്റ് പറഞ്ഞില്ലേ, ബിജിത്ത് ഒന്ന് റിപ്പീറ്റ് ചെയ്യും, എനിക്ക് ക്ലിയർ അല്ല. ഹലോ, ഫയർ ആൻഡ് സേഫ്റ്റി. ഫയർ ആൻഡ് സേഫ്റ്റി അതായത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ചില കോഴ്സുകളുണ്ട്. അതായത് നാട്ടിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഫയർ ആൻഡ് സേഫ്റ്റി. അതുപോലെ തന്നെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന്റെ കാര്യങ്ങൾ, ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റിൽ നമ്മൾ നാട്ടിൽ വലിയൊരു ഇതായിരുന്നല്ലോ, നമ്മുടെ ട്രാഫിക് പോലീസും എല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾ ഓർഗൻസ് തിരുവനന്തപുരം, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ കൊണ്ടുപോകലോ, അങ്ങനത്തെ കാര്യങ്ങളും. അപ്പോൾ അതും അതുപോലെ തന്നെ ഈ ഫയർ ആൻഡ് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വരുന്നൊരു എന്താ പറയുക
അതൊരു കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കോഴ്സ് ഉണ്ട് അത് ഫയർ ആൻഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതൊരു അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എമർജൻസി ടീം പോലെ ആക്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ? എമർജൻസി ടീം അതുപോലെ അങ്ങനത്തെ കോഴ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഡോക്ടർ എന്നുള്ള ടൈറ്റിൽ ഉള്ളത് കൊണ്ട് അവരെ അക്സെപ്റ്റ് ചെയ്യും. ഇത് മിക്കവാറും ചെയ്യുന്നത് MBBS കഴിഞ്ഞവരാണ്. പക്ഷേ എന്താ പറയുക, ഇവിടെ ദുബായിലായതുകൊണ്ട് BAMSനും അവർ വാലിഡിറ്റി കൊടുക്കുന്നത് കൊണ്ട് സിമ്പിളായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞപ്പോൾ ആ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ആഡ്നോക്കിലെ ദുബായിലല്ല UAE മെയിൻ ഇൻഷുറൻസ് കമ്പനിയിലെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പുള്ളിയാണ് ഇപ്പം കൊറോണയുടെ കാര്യങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി ആ ലെവലിൽ എത്തിയത് പുള്ളി MBA ചെയ്ത് അതിനുശേഷം കണ്ടിന്യൂസ്ലി ഡോക്ടർ ബോസ്കോ ചെയ്യുന്ന പോലെ വെറുതെ ഇരിക്കാതെ ഓരോരോ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർഷാവർഷം. പുള്ളി ഇപ്പോഴും എന്നെക്കാളും ഒരു 10 years ഓൾഡറാണ് പുള്ളി ഇപ്പോഴും കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളിൻ്റെ ഒരു റിലേറ്റീവാണ്. പക്ഷേ പുള്ളി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പുള്ളി എവിടെയൊക്കെ ഡിമാൻഡ് ഉണ്ടോ പുള്ളിയുടെ നെറ്റ്വർക്കിൽ പുള്ളി എഫിഷ്യൻ്റ് ആയതുകൊണ്ട് പുള്ളിയുടെ ഹൈ പ്രൊഫൈൽ പീപ്പിളിനായിട്ട് കോൺടാക്റ്റ് ഉള്ളത് കൊണ്ട് എവിടെ എന്തൊക്കെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലും പുള്ളി അവിടെ പോയി ഫില്ല് ചെയ്യും. പുള്ളിക്ക് മനസ്സിലാവും അടുത്ത പ്രാവശ്യം ഇതാണ് റിക്വയർമെൻറ്റ്, അവിടെ പോയി കയറും. അപ്പോൾ അങ്ങനെ ഒരു ഇത് വേണമെങ്കിൽ ഡോക്ടർ ഷിജോയും ഡോക്ടർ ബോസ്കോയും പറഞ്ഞ പോലെ നെറ്റ്വർക്കിംഗ് എബിലിറ്റി വേണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ജോബ് കിട്ടുകയുള്ളൂ. ദുബായിലാണെങ്കിലും എവിടെയാണെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഡോക്ടർ ഷിജോക്ക് ജോലി മാറണം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾക്കപ്പോൾ അടുത്തൊരു ജോലി കിട്ടി. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആണെന്ന് പുള്ളി ജോലി മാറിയത്. അതായത് പുള്ളിയുടെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പുള്ളിക്ക് നെറ്റ്വർക്കിംഗ് ഉള്ളത് കൊണ്ട് ജസ്റ്റ് 1 month എടുത്തോളം പുള്ളിക്ക് ജോലി ഷിഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ബെനിഫിറ്റ് അതാണ്. അപ്പോൾ എവിടെയൊക്കെ പോകാൻ പറ്റുമോ എവിടെയൊക്കെ പോയി. ഇപ്പോൾ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ എൻ്റെ അറിവിൽ ഡോക്ടർ വിജിത്താണ്. അപ്പോൾ പുള്ളി അതിനൊരു ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നെറ്റ്വർക്കിംഗ് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇനി ഞാൻ ചോദിച്ചോളൂ. ഈ DHAയുടെ എക്സ്പീരിയൻസ് വേണ്ടാത്ത ഒരു എക്സാമില് DHAയുടെ TAM എന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് സിറ്റിയുടെ DHCC അതിന് എക്സ്പീരിയൻസ് വേണ്ട അല്ലേ? എക്സ്പീരിയൻസ് അതിന് അവർ പറയുന്ന ക്രൈറ്റീരിയ ചിലപ്പോൾ നാട്ടിലൊരു നല്ലൊരു സക്സസ്ഫുൾ ഡോക്ടർ ആണെങ്കിൽ, ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ ദുബായിൽ ബിസിനസ് ഇപ്പോൾ നാട്ടിൽ വലിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടറാണ്. പക്ഷെ അയാൾക്ക് ദുബായിൽ വന്ന് എക്സാമൊക്കെ എഴുതി അയാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ പുള്ളിയുടെ കയ്യിൽ കാശുണ്ടായിരിക്കും. അപ്പോൾ ആ സ്ഥിതിക്ക് പുള്ളിക്ക് സിമ്പിളായി വന്നൊരു സെൻറ്റർ തുടങ്ങി പുള്ളിക്ക് സിമ്പിളായിട്ട് ലൈസൻസും കിട്ടി. കാശ് കൊടുത്തു കഴിഞ്ഞാൽ ലൈസൻസും കിട്ടും, അവിടെ വർക്ക് ചെയ്യാൻ ചെയ്യാം. ലൈസൻസിന് എത്ര വരും? എനിക്ക് തോന്നുന്നത് 10,000 dirhams ആണ്. അപ്പോൾ 10,000 dirhams ഇപ്പോൾ ചിലപ്പോൾ കൂടിയെന്ന് അറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ അതിനനുസരിച്ച് എക്സ്പീരിയൻസ് കാണിക്കണം. അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കരിയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീഡ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പ്രൊജക്ട് വേണം. നമ്മൾ ചെയ്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്തെടുക്കണം. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ അബുദാബിയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ വന്നപ്പോൾ നമ്മളൊരു അബുദാബിയിലത്തെ ഒരു ട്രഡീഷണൽ മെഡിസിൻ ചെയർമാൻ ഒരു പേപ്പർ അവതരിപ്പിച്ചു. റിഫാസ് ഉണ്ടായിരുന്നു അവിടെ. അവിടെ നിന്നായിരിക്കും അപ്രൂവൽ വരുന്നത് അല്ലേ? അതല്ല, ഇത് ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. ദുബായ് ഹെൽത്ത് അതോറിറ്റി, ദുബായ് ഹെൽത്ത് കെയർ സിറ്റി. അതായത് ദുബായിൽ മീഡിയ സിറ്റി ഉണ്ട്. അവിടെ മീഡിയത്തിന് മാത്രമുള്ളത്, പിന്നെ സോഫ്റ്റ്വെയറിന് മാത്രമായിട്ടുള്ള വേറെ. അപ്പോൾ ഇത് ഹെൽത്ത് കെയറിന് മാത്രമുള്ള സിറ്റിയാണ്. അപ്പോൾ അവിടേക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് എന്ത് വേണമെങ്കിലും തുടങ്ങാം. അതായത് നമ്മുടെ സ്മാർട്ട് സിറ്റി ഒക്കെ പോലത്തെ ഒരു സംഭവം അവിടെ ഒരു സ്പെസിഫിക് ഏരിയ നമുക്ക് കിട്ടും. അവിടെയാണ് നമ്മുടെ ക്ലിനിക്ക് റൺ ചെയ്യേണ്ടത്. അതെ, അത് ആ ഒരു ഡെസ്റ്റിനേറ്റഡ് ഏരിയയിൽ മാത്രമേ റൺ ചെയ്യാൻ പറ്റുള്ളൂ. DHCC വിട്ട് നമ്മൾ പുറത്ത് വെക്കാൻ പാടില്ല. അതൊരു ഹെൽത്ത് കെയർ സിറ്റിയാണ്. അവിടെ വിട്ട് പുറത്ത് വെക്കാൻ പറ്റില്ല. ഫൈൻ. ഓക്കെ. അമൃത, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞു. ഓക്കെ, ഇനി ആരാണ് ദുബായിനെ കുറിച്ച് അറിയേണ്ടത്? ശ്രീഹരി. അടുത്ത ചോദ്യങ്ങൾ പോട്ടെ. സ്നേഹ കണ്ടമ്പളി, ഫത്മ നൂറ, എന്തോ ചോദിക്കാണ്ടല്ലോ. കരിഷ്മ എവിടെ ഉണ്ടോ? ഹലോ കരിഷ്മ. സ്നേഹ പ്ലീസ്. ഹലോ സാർ, ഈ ജനറ്റിക് കോഡിങ്ങിനെ കുറിച്ചിട്ട് എന്താ അവിടെ നല്ല സ്കോപ്പാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അതിപ്പോ കുറെ കോഴ്സസ് ചെയ്യണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും? അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആരെങ്കിലും ഫീൽഡിലുണ്ടെങ്കിൽ ഒരു കോഴ്സും ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കയറാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ആ ജോബ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ BAMS ധാരാളമാണ്, MBBS ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ സ്പെഷ്യലൈസ്ഡ് കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ജോലിക്ക് കയറാം. പക്ഷേ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ ആരെങ്കിലും ഒരാളുണ്ടാവണം, അല്ലാണ്ട് കാര്യമില്ല. അല്ലാണ്ട് വളഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ദുബായിലിപ്പോൾ എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്, എല്ലാ സ്പെഷ്യാലിറ്റിയിലുള്ള ആൾക്കാരും വരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റെക്കമെൻഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവണം, എന്നാലേ നടക്കുള്ളൂ. ഇനി ഹൗസ് സർജൻസ് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ പറയണത് ഇപ്പോൾ 20 കൊല്ലമായിട്ടും ഇവിടെ ആൾക്കാർ കുറവാണെങ്കിലും MOH കിട്ടിയിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ജോലി കുറവാവുന്നത് ഇൻവെസ്റ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ടും ആൾക്കാരെ അറിയാത്തത് കൊണ്ടും അവയർനെസ് കുറവാണ്. അപ്പോൾ ഒരു അവയർനെസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനിയും ഓപ്പണിങ് 10 ഇരട്ടി വരെ കൂടും. മിക്കവാറും അടുത്ത 5-6 കൊല്ലത്തിനുള്ളിൽ അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വരാനുള്ളവർക്ക് വരാം, ഗെറ്റ് റെഡി. എന്തായാലും റിഫാസ് മെൻഷൻ ചെയ്ത ദുബായ് അല്ലെങ്കിൽ UAE മൊത്തം അറിയപ്പെടുന്ന ഡോക്ടർ ലിംജും ഇവിടെ ഉണ്ട്, നമ്മുടെ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. ഒപ്പം സ്മിതയുണ്ട്. ലിംജയുടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് 1-2 വാക്ക് നമ്മളോട് സംസാരിക്കൂ.